ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വർഷം 2025 പടിവാതിലിൽ എത്തി നിൽക്കുന്ന സമയമാണ്. നമുക്ക് ഒരുപാട് നമ്മുടെ ആഗ്രഹങ്ങളും നടന്ന ആഗ്രഹങ്ങളും നടക്കാതെ പോയ ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവുമായിരിക്കും. 2024 പുതിയ വർഷത്തിൽ അതെല്ലാം സഫലമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ചായി ഒരു വീഡിയോ ചെയ്തിട്ട്. നമ്മൾ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടൊരു ചാനലുണ്ട്, അതിൻ്റെ പുറമെ ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ ഒരു ചാനലുണ്ട്, നമ്മുടെ വർണ്ണച്ചിപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് രണ്ടിലും ഞാൻ വീഡിയോസ് അധികം ഇപ്പോൾ ഇടാറില്ല. ഇൻഷുറൻസിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളത്, മറ്റേതിൽ ഇടാനുള്ള ഒരു ഇതങ്ങനെ കിട്ടാറില്ല, ടൈം കിട്ടാറില്ല. കാരണം എന്തെങ്കിലുമൊക്കെ തിരക്കിൽപ്പെട്ടു പോകും. പിന്നെ പോകുന്ന സമയത്ത് ആ വീഡിയോ എടുത്ത് ഇടാൻ ചിലപ്പോൾ പറ്റാറില്ല. അപ്പോൾ ഇനി അത് ജനുവരി മുതൽ നമ്മൾ വീണ്ടും ആ വീഡിയോസ് ചാനൽസ് എല്ലാം വീണ്ടും ഒന്ന് ഉഷാറാക്കി നമ്മൾ വീഡിയോസ് എല്ലാം തുടരെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ LICനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ഇൻഷുറൻസിനെ പറ്റി പറയാൻ തന്നെയാണ്. കാരണം നമുക്ക് 2024 ഒക്ടോബർ 1 മുതൽ ഇൻഷുറൻസിൽ LICയിൽ പ്രധാനമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നു. കുറേ പോളിസികൾ, നിലവിലുള്ള പോളിസികൾ പിൻവലിച്ച് പുതിയ പോളിസികളാണ് ഇപ്പോൾ LIC ഇറക്കിയിരിക്കുന്നത്. ഈ പുതിയ പോളിസികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ പോളിസികൾ തന്നെയാണ്, അതിനേക്കാളും കുറച്ച് നമുക്ക് സം അഷ്യൂർഡ് വന്നിട്ട് 1 ലക്ഷം എന്നുള്ളത് 2 ലക്ഷം രൂപ സം അഷ്യൂർഡായി. പണ്ട് നമുക്ക് പോളിസി 1 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം 2 ലക്ഷം രൂപയുടെ പോളിസിയായി മാറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അത് കസ്റ്റമർക്ക് ഗുണം തന്നെയാണ്. കാരണം 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മെച്യൂരിറ്റി കിട്ടുമ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നും നമുക്കതിൽ പ്രതീക്ഷിക്കാനില്ല. മിനിമം ഒരു 2 ലക്ഷം രൂപയുടെ കവറേജ് എങ്കിലും ഒരു വ്യക്തിക്ക് വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് LIC അത് 2 lakhs കവറേജ് ആക്കി ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ സറണ്ടർ വാല്യൂ, അതേമാതിരി പെയ്ഡപ്പ് വാല്യൂ, ലോൺ, ഇതെല്ലാം വന്നിട്ട് നമുക്ക് 1 വർഷം കഴിഞ്ഞാൽ തന്നെ അവൈലബിൾ ആവും. പണ്ടൊക്കെ 2 വർഷമായിരുന്നു, അതിന് മുമ്പ് 3 വർഷമായിരുന്നു. ഇപ്പം നമുക്ക് 1 വർഷം കഴിഞ്ഞാൽ തന്നെ, അതായത് ഒക്ടോബർ 1 ശേഷം എടുക്കുന്ന പോളിസികളിലെല്ലാം തന്നെ 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുക്കാം. 1 വർഷം കഴിഞ്ഞാൽ പോളിസി സറണ്ടറിൻ്റെ വാല്യൂ അതിന് വരും. അതേപോലെ തന്നെ 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡപ്പ് ആക്കാം. അതായത് നമുക്ക് പോളിസി പ്രീമിയം അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ പ്രീമിയം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നമുക്ക് മെച്യൂരിറ്റിയിൽ അടച്ച പ്രീമിയം നമുക്ക് തിരിച്ച് വാങ്ങാം. നഷ്ടമൊന്നും സംഭവിക്കാതെ നമുക്ക് തിരിച്ച് വാങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഷോർട്ട് ടേം ആണ്. ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേക ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ തലമുറ എന്ന് മാത്രമല്ല, കുറച്ച് പഴയ ആൾക്കാരടക്കം അങ്ങനെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഷോർട്ട് ടേമിൽ എന്തെങ്കിലും കിട്ടിയിട്ട് അടച്ചിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ വേണം. അതാകുമ്പോൾ ബാങ്കാണ് അതിനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ, ഷോർട്ട് ടേമിൽ നിങ്ങൾക്ക് റിട്ടേൺ വേണമെങ്കിൽ ബാങ്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ചെയ്യാം. ശരിക്കും LICയുടെ പർപ്പസ്, അതായത് ഒരു ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഒരാൾ ജീവനോടുള്ളിടത്തോളം കാലം അയാൾക്ക് ഇൻഷുറൻസ് കവറേജ് നൽകുക എന്നുള്ളതാണ്. അയാളുടെ ജീവൻ എത്ര കാലം അയാളുടെ ശരീരത്തിലുണ്ടോ അത്രയും കാലം അയാൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക്, അപ്പോൾ ആ ഇൻഷുറൻസ് പരിരക്ഷയുടെ ഇടയ്ക്ക് തന്നെ അദ്ദേഹത്തിന് റിസ്ക് സംഭവിക്കുകയാണെങ്കിൽ, ആ റിസ്ക് ആ കുടുംബത്തിന് താങ്ങാൻ പറ്റില്ല. ആ കുടുംബത്തിന് അത് വലിയൊരു ഗ്യാപ്പായിരിക്കും. ആ റിസ്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ആ റിസ്ക് നമുക്ക്, മാനുവലിയുള്ള റിസ്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഒരാളുടെ നഷ്ടം തന്നെയാണ്. അതിൽ വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ കവർ ചെയ്യാൻ LIC സഹായിക്കുന്നു. അതിനാണ് ഇൻഷുറൻസ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നത്. ഒരുപാട് പേരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് ഒരാൾക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ആ ഒരു റിസ്ക് വരുന്ന ആ പേഴ്സണ് ആ ഇൻഷുറൻസ് തുക നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളത് പലരും മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഇട്ടിട്ട് എടുത്ത് ലാഭം കിട്ടുന്ന ഒരു ഫിനാൻസ് പോലെയാണ് ഇൻഷുറൻസിനെ കാണുന്നത്. ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല എന്നുള്ളത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഒരു ജീവനാണ് പ്രാധാന്യം, അല്ലേ? നമ്മുടെ ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജീവനില്ലെങ്കിൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ ഒരു ജീവനെയാണ് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഒരു മൊബൈൽ നമ്മൾ വാങ്ങുമ്പോൾ മൊബൈലിന് കവറും പൗച്ചും ഇടുന്നു. അപ്പോൾ അതിന് നമ്മൾ ആ മൊബൈൽ ഉള്ളിടത്തോളം കാലം, അതിന് എത്ര കാലം നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നത് നമ്മൾ ആ കടയിൽ തന്നെ ചോദിക്കാറുണ്ട്. ഞാനടക്കം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ 5 വർഷം ഫുൾ കവറേജും അതിനുശേഷം തേർഡ് പാർട്ടി ഇൻഷുറൻസും ആയിട്ട് മാറുന്നു. 5-10 വർഷം നമ്മൾ ഫുൾ കവറേജ് ഇടുന്നു, അതിനുശേഷം തേർഡ് പാർട്ടി ആക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോഴും അതിന് വണ്ടിക്ക് ലൈഫ് ലോങ്, ആ ഒരു വണ്ടി എത്ര കാലം ഉണ്ടോ അത് സ്ക്രാപ്പിലേക്ക് പോകുന്നത് വരെ അതിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതേപോലെയാണ് നമ്മുടെ മനുഷ്യൻ്റെ കാര്യത്തിലും നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ, അത് ഒരു ഇൻഷുറൻസിൻ്റെ ശരിക്കുള്ള പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് അത് വരുന്നത്. അത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു 20-25 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ഇൻഷുറൻസ് എടുത്തു, വ്യക്തി അദ്ദേഹത്തിന് ഇൻഷുറൻസ് എടുത്തു.
ഒരു സേവിങ്സോട് കൂടിയുള്ള ഒരു ഇൻഷുറൻസാണ് എടുത്തത്. അദ്ദേഹം എടുത്തത് 20 വർഷത്തേക്കാണ്. അതായത് 45ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് മെച്യൂരിറ്റി കിട്ടുന്ന പോലെ. അപ്പോൾ ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു 25ാമത്തെ വയസ്സിൽ. അദ്ദേഹത്തിന് ഒരു 30ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞു. അദ്ദേഹം ഇൻഷുറൻസ് അടച്ചു പോകുന്നുണ്ട്. 30ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. 32 വയസ്സാകുമ്പോഴേക്കും ഇദ്ദേഹത്തിന് കുട്ടി ജനിച്ചു. അപ്പോൾ വൈഫും കുട്ടിയുണ്ട്. ഇദ്ദേഹം സുഹൃത്തുക്കളുടെ ഒപ്പം ഒരു ഉല്ലാസയാത്ര പോകുന്നു. എന്തെങ്കിലും അവിടെ വെച്ച് ഇദ്ദേഹത്തിന് ഒരു റിസ്ക് സംഭവിച്ചാൽ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ പെർമനൻറ്റ് ഡിസേബിലിറ്റി, അങ്ങനെ എന്തെങ്കിലും ഒരു റിസ്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വൈഫ്, ഈ കുട്ടി, ഇവർ രണ്ടാളും അവിടെ സമൂഹത്തിൽ അനാഥമാക്കപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ അവർക്ക് പിന്നെ അവരുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയോ അവർ ഡിപ്പെൻഡ് ചെയ്യണം. അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഇദ്ദേഹം ഇൻഷുറൻസ് കവറേജ് ഉള്ളതുകൊണ്ട് ഈ കവറേജ് തുക ഇദ്ദേഹത്തിന് ഫാമിലിക്ക് കൈമാറപ്പെടും. ഒരു 5 ലക്ഷം രൂപയാണ് ഇദ്ദേഹം എടുത്തതെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ആക്സിഡൻറ്റിലാണ് മരിച്ചെങ്കിൽ 10 ലക്ഷം കിട്ടുന്നു. നോർമൽ ഡെത്താണെങ്കിൽ 5 ലക്ഷം കിട്ടുന്നു. ഇനി അടുത്തൊരു സാധ്യത, ഇദ്ദേഹം മരിച്ചില്ല, ഇദ്ദേഹം ജീവനോടുണ്ട്, പൂർണ്ണ ആരോഗ്യവാനായി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇനി ഇരിക്കട്ടെ. 45ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശം പകുതി കഴിഞ്ഞു. കുട്ടി പഠിച്ച് വലുതായി. മകളാണെങ്കിൽ മകനാണെങ്കിൽ മകൻ. അവർ പഠിച്ച് വലുതായി. അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് വേണം. ഇദ്ദേഹത്തിന് ഫണ്ട് സ്വരൂപിച്ച് തികയുന്നില്ല. കുറച്ച് പൈസ കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ 45ാമത്തെ വയസ്സിൽ ലൈഫിൻ്റെ ഏറ്റവും ഒരു പൈസ അത്യാവശ്യം വരുന്നൊരു ഘട്ടമാണെങ്കിൽ 45 എന്നുള്ളത് 40 വയസ്സിന് മുകളിലുള്ളൊരു പ്രായം. ആ സമയത്ത് കുടുംബ ബാധ്യതയും ഭാരങ്ങളും എല്ലാമായിട്ട് അദ്ദേഹം നിൽക്കുന്ന സമയത്തായിരിക്കും LICയിൽ നിന്ന് ഒരു മെസ്സേജ് വരിക, നിങ്ങളുടെ പോളിസി മെച്യൂരിറ്റി ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ തുക കിട്ടുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അത് അനുഭവിച്ചവർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും അവർക്കത് അത്യാവശ്യമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് LIC ആ പൈസ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു പർപ്പസ് അതിലുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പൈസ വേണ്ട. ഈ സമയത്ത് 45 വയസ്സിൽ അദ്ദേഹം നിറയെ സമ്പാദിച്ചു, അദ്ദേഹം ഒരു കോടീശ്വരനായി. അദ്ദേഹത്തിന് ആ പൈസ അല്ലെങ്കിൽ രക്ഷപ്രഭുവായി. അദ്ദേഹത്തിന് പൈസ ആ ബാങ്ക് നിക്ഷേപം അല്ല, ആ LIC നിക്ഷേപം അതേപോലെ തന്നെ അദ്ദേഹത്തിന് ബാങ്കിലേക്ക് ഇടാം. ബാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ ഇൻട്രസ്റ്റ് വാങ്ങിയിട്ട് ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് അതിൽ നിന്നുള്ള പൈസ വന്നിട്ട് പെൻഷൻ പോലെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ LIC തന്നെ പെൻഷൻ ഫണ്ട് ഉണ്ട്. LICയിൽ പെൻഷൻ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ആജീവനാന്തം ഒരേ ഇൻട്രസ്റ്റ് റേറ്റിൽ, അതായത് ഒരു 10% എങ്കിൽ 10% ഇൻട്രസ്റ്റ് റേറ്റ് അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ കിട്ടുന്നു. അതിനുശേഷം ആ തുക നഷ്ടപ്പെടാതെ, ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ 105% അദ്ദേഹത്തിന് നോമിനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയും നമുക്കത് യൂസ് ചെയ്യാം. സോ ഒരാളുടെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയ്ക്കും കൂടി ഉതകുന്ന രീതിയിലുള്ള നിക്ഷേപ പദ്ധതികളാണ് LICയിലുള്ളത്. അല്ലാതെ ബാങ്ക് പോലെയോ സ്വകാര്യ സ്ഥാപനങ്ങൾ പോലെ ഇട്ടിട്ട് നമുക്ക് ഇരട്ടിയാക്കി എടുക്കാം, അങ്ങനെയുള്ളൊരു മോഹവാഗ്ദാനങ്ങളൊന്നും LICയിൽ പറയുന്നില്ല. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഉപഭോക്താക്കൾ ആയിട്ട് ഉള്ളവരും അല്ലെങ്കിൽ ഉപഭോക്താവാൻ ഉദ്ദേശിക്കുന്നവരും എല്ലാവരും ഇത് മനസ്സിലാക്കണം. പോളിസിയുടെ പർപ്പസ് എന്താണ് എന്നുള്ളത്, നമ്മുടെ ജീവനുള്ള ഒരു കവറേജാണ് ഈ ഇൻഷുറൻസ്. അല്ലാതെ നമുക്ക് ഒരു പൈസ നിക്ഷേപിച്ച് അത് ഇരട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ലോങ് റണ്ണിൽ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഷോർട്ട് ടേമിൽ അവസാനിക്കുന്ന ജീവിതമല്ല. നമ്മുടെ ജീവിതം എപ്പോഴാണ് എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതൊരു ലോങ് റണ്ണാണ്, വലിയൊരു ഓട്ടമാണ്. ഈ വലിയ ഓട്ടത്തിനിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒപ്പം നമുക്കൊരു സംരക്ഷണ വലയം തീർത്തുകൊണ്ട് നമ്മുടെ ഒപ്പം ഓടാൻ LIC ഉണ്ടാവും. അപ്പോൾ ഈ 2025 പോളിസി കവറേജ് ഇല്ലാത്തവർ, ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഓരോ പോളിസി എടുക്കുക. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യങ്ങളുണ്ടെങ്കിലും എന്നെ സമീപിക്കുക. വാഹന ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഓഫീസ് ഇവിടെ പാലക്കാട് കല്ലേപ്പുള്ളി ജംഗ്ഷനിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഓഫീസിലേക്ക് ഈ വഴിക്ക് വരുന്നവർ ഓഫീസ് വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.